എൻ ലാൽകുമാർ സജ്ജന പറയുന്നത് കേട്ടല്ലോ താങ്കൾ. ഈ നടപടി അത് കോൺഗ്രസ് എടുക്കുമെന്നുള്ളത് ചുരുങ്ങിയ പക്ഷം ഇന്ന് പകലെങ്കിലും വളരെയധികം പൊതുസമൂഹം, ഒരു ധാർമ്മിക ബോധമുള്ള സമൂഹം പ്രതീക്ഷിച്ചിരുന്നു. അത് ഉണ്ടായില്ല. പക്ഷേ ഇപ്പോൾ വൈകുന്നേരം ഉണ്ടാകുന്ന മറ്റു ചില കാര്യങ്ങൾ കൂടി നോക്കൂ. ഇന്നിപ്പോൾ മുൻകൂർ ജാമ്യത്തിന്റെ വിധി പറയാൻ നാളേക്ക് മാറ്റിയെങ്കിലും മറ്റൊരു കേസ് കൂടി സമാനമായ സ്വഭാവത്തിലുള്ളത് രജിസ്റ്റർ ചെയ്യപ്പെടുകയാണ്. അപ്പോൾ നാളെ ഇനി ജാമ്യം കിട്ടിയാലും രാഹുൽ മാങ്കൂട്ടത്തിലിന് ആത്യന്തികമായി പുറത്തു നിൽക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകുന്നു. അപ്പോൾ അങ്ങനെ ഒരു വലിയ പ്രതിസന്ധി ഉരുത്തിരിഞ്ഞു വരുന്നത് കൊണ്ടാണോ സജന പറയുന്നത് പോലെ ഇനി ശേഷിക്കുന്ന 4 മണിക്കൂറിൽ ആ പ്രഖ്യാപനം വരുമെന്ന് സജന ഉൾപ്പെടെയുള്ളവർ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നത്? അല്ല, ലെറ്റ് us കീപ്പ് our fingers crossed. സജനയുടെ ആത്മവിശ്വാസം നമുക്ക് സമൂഹത്തിൻ്റെ ആത്മവിശ്വാസമായി മാറട്ടെ എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. പക്ഷേ നടക്കത്തില്ല എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. കാരണം നടക്കത്തില്ല എന്ന് ഞാൻ ഔട്ട്റൈറ്റായിട്ട് പറയുമൊന്നുമല്ല. കോൺഗ്രസിൻ്റെ ഒരു രീതി കണ്ടിട്ടാണ് ഞാൻ പറയുന്നത്. സജന നോക്കൂ, സജനയോടുള്ള എൻ്റെ ബഹുമാനം, സജന ഈ വിഷയത്തിൽ വലിയ ഒരു നിലപാടെടുത്ത് പുറത്തു പറയാനായിട്ട് പല കാര്യങ്ങളും പുറത്തു പറയാൻ അവർ സന്നദ്ധയായി എന്നുള്ളതിൻ്റെ ഒരു ബഹുമാനമുണ്ട്. അതൊരു സ്ത്രീ സമൂഹത്തിന് കൊടുക്കുന്ന ഒരു വലിയ ശക്തിയാണ്. പക്ഷേ ഇവിടെ നോക്കൂ, നടപടി എടുത്തോ എന്നുള്ളൊരു ചോദ്യം വന്നു. കോൺഗ്രസിന് എന്താണ് നടപടി എടുക്കാൻ പറ്റുക? ഇതാണ് അടിസ്ഥാനപരമായി ഇവിടെ വന്ന് സജന പോലും പറഞ്ഞു വെച്ചത് എന്താണ്? കോൺഗ്രസ് എടുക്കാനുള്ള നടപടി എടുത്തു. അത് പറഞ്ഞാൽ ഒക്കത്തില്ല. അതിപ്പം ആ പറഞ്ഞതിനകത്ത് സജനയിലെ കോൺഗ്രസ്സുകാരിയാണ് പുറത്തു വന്നത്. ഒരു നടപടി എടുക്കുന്നത് എന്താണ് നടപടി? സസ്പെൻഷൻ എന്ന് പറയുന്നൊരു നടപടി എടുത്തു. എത്ര കാലത്തേക്കാന്നില്ല, പിന്നെ എന്തൊക്കെ ചെയ്യാൻ പറ്റില്ല എന്നില്ല. നോക്കൂ, ഈ സസ്പെൻഷന് ശേഷം രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞെന്താണ്? രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ കഴിഞ്ഞ ദിവസത്തെ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറയുന്നത്, നോക്കൂ, സസ്പെൻഷന് കഴിഞ്ഞ ശേഷം ഇദ്ദേഹം കാണിച്ച കോപ്രായം കൊണ്ടാണ് ഇങ്ങനൊരു പരാതിയിലേക്ക് വന്നത്. ഇദ്ദേഹം എങ്ങനെയാണ് കോപ്രായം കാണിച്ചത്? തന്നെ കാണിച്ചതാ? നോക്കൂ, കോൺഗ്രസ് എന്ന് പറയുന്ന സംഘടന ഷാഫി പറമ്പിൻ്റെ കീഴിൽ കൃത്യമായി പാലക്കാട് അയാളുടെ കൂട്ടത്തിൽ നിന്നു. ഈ പറയുന്ന നിയമസഭയിലേക്ക് അയാൾ വരാൻ നേരത്ത് യൂത്ത് കോൺഗ്രസിൻ്റെ നേതാക്കന്മാരുൾപ്പെടെ അദ്ദേഹത്തെ കൊണ്ടുവിട്ടു. ഇല്ലേ, ഇതല്ലേ നമ്മൾ കണ്ടത്? ഈ സംഘടനയിൽ നിന്ന് പുറത്താക്കി എന്ന് പറഞ്ഞിട്ട് ആ സംഘടന തന്നെ അയാൾ സഹായിക്കുന്നെങ്കിൽ പിന്നെ ഈ ഇഫക്റ്റീവായിട്ടുള്ള ഒരു ഓർഡർ അല്ലെങ്കിൽ ഒരു സസ്പെൻഷൻ എന്ന് പറയുന്നതിന് എന്ത് കാര്യമായിരിക്കും? ഞങ്ങൾ നിലപാടെടുത്തു. എന്താ ഈ നിലപാട്? ഈ പഴയ വാക്കും ചാക്കും ഒരുപോലെ എന്ന് പറയുന്ന പോലത്തെ ഒരു കാര്യമാണിത്. നിലപാടെന്ന് പറഞ്ഞാൽ നിങ്ങളൊരു നയം എടുത്തു കഴിഞ്ഞാൽ പിന്നെ അതുമായിട്ടൊരു സഹകരണം ഉണ്ടാകാൻ പാടില്ല. ഔദ്യോഗികമായി എവിടെയെങ്കിലും ഇദ്ദേഹത്തെ കണ്ടോ? ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കാന്ന് മാത്രമേ ഉള്ളൂ. നോക്കൂ, കെ സുധാകരൻ പറഞ്ഞെന്താ? കെ സുധാകരൻ പറഞ്ഞ് ഈ ചെറുപ്പക്കാരൻ തെറ്റ് ചെയ്തു, പക്ഷേ അദ്ദേഹത്തിനെ അങ്ങനെ സൈഡ് ലൈൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ഇതിനിടയ്ക്കൂടെ പറഞ്ഞതാണ്, മിനിഞ്ഞാന്ന് പറഞ്ഞതാണ്. അത് കഴിഞ്ഞാണ് ഈ സമവാക്യങ്ങളെല്ലാം മാറിയത്. ജ്യോതികുമാർ ചാമക്കാല പറഞ്ഞു അദ്ദേഹം സസ്പെൻഷനിൽ മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് അദ്ദേഹത്തെ വളഞ്ഞിട്ട് ആക്രമിക്കാൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല. സസ്പെൻഷനിലുള്ള ആൾക്കാരെ ഡിഫെൻഡ് ചെയ്യാനായിട്ട് ചാനൽ ചർച്ചയിൽ എത്രയോ പേര് വന്നു. എന്തിനാണ് ഈ സസ്പെൻഷനിലുള്ള ആൾ? സസ്പെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താ? കോൺഗ്രസിൽ നിന്ന് നിങ്ങൾ പുറത്തുപോയി. ആ പുറത്തുപോയ ആളുടെ കാര്യം പറയാനായിട്ട് എന്തിനാണ് നീ കോൺഗ്രസ്സുകാർ വരുന്നേ? അതും നമ്മൾ കണ്ടു ഇല്ലേ? എനിക്ക് മനസ്സിലാത്തൊരു കാര്യമാണ്. നോക്കൂ, ഏറ്റവും വലിയ അധമ പ്രവർത്തനമാണ് ഇദ്ദേഹം നടത്തിയത്. അത് ആദ്യം തന്നെ കോൺഗ്രസ്സിലുള്ളവർക്ക് മനസ്സിലായി. രമേശ് ചെന്നിത്തല പറഞ്ഞെന്താ? രമേശ് ചെന്നിത്തല ദ ക്യൂവിന് കൊടുത്ത ഇന്റർവ്യൂവിനകത്ത് രമേശ് ചെന്നിത്തല വ്യക്തമായി പറയുന്നുണ്ട്, ഇയാൾ തെറ്റ് ചെയ്തു. അടൂർ പ്രകാശ് പറയുന്നത് എന്താ? അറിയത്തില്ലെന്നാ. ഇതെങ്ങനെ ഒക്കുക? ഇതാ പറഞ്ഞു, ഇത് ഗ്രൂപ്പിസമാണ് കോൺഗ്രസിനകത്തെ. അതാണ് ഇന്നത്തെ സത്യം. രമേശ് ചെന്നിത്തലയ്ക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്, വി ഡി സതീശന് ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്ത് ഇയാൾ തെറ്റ് ചെയ്തു എന്ന്. പക്ഷെ അടൂർ പ്രകാശിന് ഇപ്പോഴും ബോധ്യപ്പെട്ടിട്ടില്ല. ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും. ഇത്രയും ദിവസമായി നോക്കൂ, അടൂർ ജീവിക്കുന്ന ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ പാലക്കാട് സ്ഥാനാർത്ഥിയായി കൊണ്ടു നിർത്തുക. ആരാ കൊണ്ടു നിർത്തിയത്? ഷാഫി പറമ്പിലാണ് അല്ലേ? ഷാഫി പറമ്പിൽ ഇന്നേ നിമിഷം വരെ രാഹുൽ മാങ്കൂട്ടം തെറ്റുകാരനാന്ന് പറഞ്ഞിട്ടുണ്ടോ? നോക്കൂ, ഇവരെല്ലാം കൂടിയിരുന്ന യോഗത്തിനകത്ത് ഇതാ പറഞ്ഞു, ഇവരെല്ലാം കൂടിയിരുന്ന യോഗത്തിനകത്ത് അവിടുന്ന് തീരുമാനമുണ്ടായി ഇയാൾ തെറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ള തീരുമാനത്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് യൂത്ത് കോൺഗ്രസ് നിന്ന് അദ്ദേഹത്തെ പുറത്താക്കുന്നത്. അതുകൊണ്ട് നിൽക്കാതെ വന്നപ്പോഴാണ് ഈ പറയുന്ന മെമ്പർഷിപ്പിൽ നിന്ന് സസ്പെൻഡ് ചെയ്തത്. ഇതൊക്കെ ഒരു ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഈ പറയുന്ന കോൺഗ്രസിനകത്തെ എല്ലാ സ്ത്രീകൾക്കും ബോധ്യപ്പെട്ടു. അവരെ സൈബർ ആക്രമണം നടത്തി ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു. ഇതൊക്കെ നമ്മൾ കണ്ടതല്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞു, ഈ ബോധ്യം എങ്ങനെ ഉണ്ടായി? രമേശ് ചെന്നിത്തലയ്ക്ക് ബോധ്യമുണ്ട് ഈ തെറ്റുകൾ ഇയാൾ ചെയ്തിട്ടുണ്ടെന്ന് ബോധ്യമുണ്ട്. എന്നാ വെച്ചാൽ ഒരാൾക്ക് ബോധ്യപ്പെടണമെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട കംപ്ലൈൻറ്റ് അവരുടെ പലതും ഉണ്ട്, പലതും മുക്കി വച്ചിരിക്കുന്നതാണ്. വസ്തുതാപരമായ കുറേ കാര്യങ്ങൾ ഇവർ ഓരോരുത്തരും നേരിട്ടിട്ടുണ്ട്, ഇതെല്ലാം കോൺഫ്രണ്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു അയാൾ തെറ്റ് ചെയ്തു എന്ന്. ഈ തെറ്റ് ചെയ്തു എന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തി ഒരുമിച്ചെടുത്ത തീരുമാനത്തിനകത്ത് ആ തീരുമാനം തന്നെ പറയാൻ
ഷാഫി പറമ്പിൽ തയ്യാറല്ല. ഷാഫി പറമ്പിൽ ഞാൻ പാർട്ടി പറയുന്നു ഷാഫി പറമ്പിൽ പറയത്തുള്ളൂ. ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും. എന്നാൽ ഇയാൾ തെറ്റ് ചെയ്തു എന്ന് രമേശ് ചെന്നിത്തല പറയുന്ന ബോധ്യത്തിൽ പറയുന്നുണ്ടോ? വി ഡി സതീശൻ പോലും സത്യത്തിൽ ഇയാൾ തെറ്റ് ചെയ്തു എന്നുള്ള അടിസ്ഥാന അയാളെ എടുക്കുന്ന നടപടി എടുക്കും എന്ന് പറഞ്ഞ് എടുത്തു കഴിഞ്ഞ് മിണ്ടാതിരിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് വലിയ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. ഞാൻ ഈ പറഞ്ഞ എന്ത് സംഭവിച്ചാലും അറബിക്കടലിൽ ഇറങ്ങി വന്നാൽ എൻ്റെ അഭിപ്രായം ഞാൻ മാറ്റത്തില്ലെന്ന് പറയുന്നുണ്ട്. അതിനകത്ത് ഞാൻ റെസ്പെക്ട് ചെയ്യുന്നൊരു കാര്യമാണ്. പക്ഷേ കുഴപ്പം ഈ പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്തുന്ന ഷാഫി പറമ്പിലിനെ പോലെയുള്ള ആൾക്കാർ ഇപ്പോഴും തള്ളി പറഞ്ഞിട്ടില്ല. കോൺഗ്രസ് പറഞ്ഞല്ലോ. കോൺഗ്രസ് അല്ല, നിങ്ങളൊന്ന് പറ, കേൾക്കട്ടെ നിങ്ങളുടെ അഭിപ്രായം ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ്? അത് എൻ്റെ അഭിപ്രായം, കോൺഗ്രസിൻ്റെ അഭിപ്രായം അങ്ങനല്ല. അങ്ങനെ കെ മുരളീധരൻ പറയുന്നല്ലോ, ഉണ്ണിത്താൻ പറയുന്നല്ലോ. ഉണ്ണിത്താൻ ഇവർ സൈബർ ആക്രമണം നടത്തി, ഇവരുടെ ഗ്രൂപ്പ് എല്ലാം കൂടെ ചേർത്ത് സൈബർ ആക്രമണം നടത്തി. ഉണ്ണിത്താൻ പറഞ്ഞെന്താ? ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ഇവനെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ഉപയോഗമാണ്. ഇതിനെക്കുറിച്ചുള്ളത് ഞാൻ മൊത്തം വിളിച്ചു പറയും. അപ്പൊ ചുരുക്കത്തിൽ പറഞ്ഞാൽ 2 പ്രാവശ്യം പാർലമെന്റ് മെമ്പറായ കേരളത്തിലെ ഏറ്റവും സമുന്നതനായ കോൺഗ്രസ് രാഷ്ട്രീയ പ്രവർത്തനായ കോൺഗ്രസ് നേതാവായ രാജ്മോഹൻ ഉണ്ണിത്താന് ഇവനെക്കുറിച്ച് വർഷങ്ങളായിട്ടുള്ള കാര്യങ്ങൾ പറയാനുണ്ട്. ഇപ്പോഴും ആ സ്ഥലത്താണ് അടൂർ പ്രകാശ് ഈ തായം കളിക്കുന്നത്. UDF കൺവീനറാ. ഇതാ പറഞ്ഞ് ഇയാൾക്ക് ഇതിനകത്ത് ബന്ധപ്പെട്ട് സപ്പോർട്ട് കൃത്യമായി കിട്ടിയിട്ടുണ്ട്. ഇന്നലത്തെ പരാതിയോടുകൂടി പറ്റിപ്പോയെന്നറിയോ? മിനിയാന്തെ പരാതിക്കകത്ത് പോലെ അല്ല ഇന്നലത്തെ പരാതി ഇച്ചിരൂടെ അങ്ങ് എക്സ്പ്ലിസിറ്റ് ആയി KPCC പ്രസിഡന്റ് കിട്ടി. അദ്ദേഹത്തിന് ഒന്നും ചെയ്യാനില്ല. അദ്ദേഹം DGP കൊടുക്കാൻ മാത്രമേ ഉള്ളൂ. കംപ്ലൈനന്റ് വെളി വരുമെങ്കിൽ റേപ്പ് മുന്നോട്ട് പോകാൻ പറ്റും. എന്തായാലും FIR ഇട്ടിട്ടുണ്ട്. ഇത് ഇന്നലത്തോടുകൂടി ഇവർക്ക് നിക്കക്കള്ളിയില്ലാത്തൊരവസ്ഥ വന്നപ്പോഴാണ് ഇതിൽ ആക്ട് ചെയ്യാനായിട്ട് വന്നത്. അതല്ലാതെ ഇതിനു മുമ്പ് പരാതി കൊടുത്തതിനെ കുറിച്ച് അതിനകത്ത് തന്നെ പറയുന്നുണ്ട്. ആ പരാതിക്കകത്ത് തന്നെ ഉണ്ട്. അപ്പൊ പരാതി എന്റെ അസിത പരാതി 1, 2 ഒന്നും അല്ല, ലോഡ് കണക്കിന് പരാതി നേരത്തെ കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ ഒതുക്കിയതാ. ഈ പറയുന്ന കേസിൽ എത്ര പരാതിയാണ്? ഇപ്പം ഷഹനാസിന്റെ കേട്ടില്ലേ? ഷഹനാസിന്റെ വാർത്താ സമ്മേളനത്തിനകത്ത് അവർ പറയുന്നുണ്ട് അവർ നേരത്തെ പരാതി കൊടുത്തു.